നമസ്കാരം, ബിസ്ലോജിക്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്നൊക്കെ പറയുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്ക് കൃത്യമായി കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന സ്ഥലങ്ങളാണ് ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സാധാരണക്കാർ പോലും പറയാറുണ്ട് അയാളൊരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ച് പോലും ബ്രാൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. സത്യത്തിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പേര് അല്ലെങ്കിൽ ടൈറ്റിൽ ആണെന്നാണ്. വെറും ഒരു പേര് അല്ലെങ്കിൽ ടൈറ്റിൽ ഒരു ബ്രാൻഡായി മാറുന്നതിന് മുമ്പ് കുറെ അധികം ഘട്ടങ്ങൾ അത് കടന്നു പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറെ അധികം ബേസിക് റിക്വയർമെന്റ്സ് അതിനുണ്ട്. അത് കേവലം ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ സർവീസിന്റെയോ ഒന്നും പേര് മാത്രമല്ല. പണ്ഡിതനാവാം, പാമരനാവാം, ഏറ്റവും സാധാരണക്കാർ മുതൽ ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ക്രീം ലെയർ വരെ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ഓരോ ബ്രാൻഡുകളുടെ യൂസേഴ്സ് ആവാറുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡുകളുടെ ലോയൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളൊന്നാണ് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് തന്നെ നമ്മൾ കൃത്യമായി ഒരു ബ്രാൻഡ് ആയിരിക്കും യൂസ് ചെയ്യാറുള്ളത്. വർഷങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ ആ ബ്രാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചില പത്രങ്ങൾ, ഏറ്റവും താഴെത്തരം നോക്കിയാൽ പത്രങ്ങൾ, ചില പ്രത്യേക പത്രങ്ങൾ മാത്രമായിരിക്കും നമ്മൾ വരുത്തുന്നത്, അല്ലെങ്കിൽ അതിനോടൊരു ലോയൽറ്റി നമ്മൾക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കാം. സോപ്പ്, ചില പ്രത്യേക സോപ്പുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അത് അറിഞ്ഞോ അറിയാം, അവർ നമ്മൾക്ക് പ്രത്യേകം ക്യാഷ് തന്നിട്ടൊന്നുമല്ല, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ബ്രാൻഡിന്റെ ലോയൽ കസ്റ്റമറായി മാറുകയാണ്. അല്ലെങ്കിൽ ആ ബ്രാൻഡിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ചില ഘടകങ്ങൾ അതിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ബ്രാൻഡിങ് എന്ന് പറയുന്നത് പ്യുവർലി പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണെന്ന് കരുതുന്നവരുണ്ട്. മാർക്കറ്റിംഗും പ്രൊമോഷൻസും ഒക്കെ ഒരു ബ്രാൻഡായി വളരാനുള്ള ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ യാത്രയിലുള്ള ഒരു ടൂൾ മാത്രമാണ്. എന്റെ വിശ്വാസത്തിൽ എ ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്, കൺസിസ്റ്റൻസി ആൻഡ് ക്വാളിറ്റി എന്നാണ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഒരു സർവീസിന്റെയോ പ്രൊഡക്റ്റിന്റെയോ നിലവാരം, സ്ഥിരത, വിശ്വാസ്യത, ഈ മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ടൈറ്റിൽ ഒരു ബ്രാൻഡായി മാറുന്നത്. പിന്നീട് അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും അതിന്റെ വിസിബിലിറ്റി കൂട്ടാനും ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനും വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് ഈ പറയുന്ന മാർക്കറ്റിംഗും പ്രൊമോഷൻസും, ATL BTL മെത്തേഡ്സും, ഇൻബോണ്ട് ഔട്ട്ബോണ്ട് മാർക്കറ്റിംഗും എല്ലാം. അതെല്ലാം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു സ്റ്റേഷനറി ഷോ, ഫേസ് വാഷ് വാങ്ങാൻ പോകുന്ന സമയത്ത് കടയുടെ ഓണർ പറയുന്നു, സാർ പുതിയൊരു ഫേസ് വാഷ് വന്നിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, സാർ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്, പുതിയൊരു കമ്പനിയുടേതാണ്. അപ്പോൾ പുതിയൊരു കമ്പനിയുടേതാണ് എന്ന് പറഞ്ഞത് നമ്മളുടെ മുന്നിൽ അവർ വലിയ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് നമ്മുടെ വിശ്വാസമുള്ള ഒരാൾ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. നമ്മളത് യൂസ് ചെയ്യുന്നു, നമ്മൾക്കത് ഇഷ്ടപ്പെടുന്നു, ആ പ്രൊഡക്റ്റിന് ഗുണനിലവാരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പിന്നീട് ആ പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റിന്റെ ട്രസ്റ്റ്, കൺസിസ്റ്റൻസി, ക്വാളിറ്റി, ഈ മൂന്ന് ഘടകങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ അതൊരു ബ്രാൻഡായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു ടൈറ്റിൽ മാത്രം, ഒരുപാട് പേരുകൾക്കിടയിൽ ഒരു പേരായി തന്നെ മാറിക്കിടക്കും. ഒരു ബ്രാൻഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മിഷൻ ആൻഡ് വിഷൻ. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് കൃത്യമായ ബോധ്യം വേണം. 2, വാല്യൂസ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ മൂല്യം എന്താണെന്നും നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകും. 3ാമത്തെയാണ് USP, യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയും. അതായത് മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്നും സർവീസുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾക്ക് എന്താണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന് കൊടുക്കാൻ കഴിയുന്നതെന്നുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനവും നമുക്ക് ആവശ്യമാണ്. അടുത്തതാണ് ആരായിരിക്കണം നമ്മളുടെ ഓഡിയൻസ്, ആരായിരിക്കണം നമ്മളുടെ കസ്റ്റമേഴ്സും, എത്ര വയസ്സിനുള്ളിൽ നിൽക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കണമെന്നും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കണമെന്നും നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അടുത്തതാണ് നേരത്തെ പറഞ്ഞ വേറൊരു വിഷ്വൽ പാർട്ട് എന്ന് പറയുന്നത്. അതായത് ബ്രാൻഡിന്റെ ടൈറ്റിൽ, ആ പേര് എത്രത്തോളം ക്യാച്ചിങ് ആണ്. രണ്ടാമത്തത് അതിന്റെ ഫോണ്ട്. പല ബ്രാൻഡുകളും നമ്മൾ ഫോണ്ടിൽ കൂടെ തന്നെ മനസ്സിലാക്കാറുണ്ട്. പിന്നെയാണ് കളർ പാറ്റേൺ. ആ ബ്രാൻഡ് ലോഗോയിൽ നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ്, ഐ ക്യാച്ചിങ് ആണോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതാണോ, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള കളർ പാറ്റേൺസ് ആണോ കൊടുക്കുന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് എലമെന്റ് വരുന്നത്. അതായത് കൺസിസ്റ്റൻസി ഇൻ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിസിബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, ഏത് കസ്റ്റമറെയാണോ ഉദ്ദേശിക്കുന്നത്, അവരിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് വിസിബിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. അത് ഓൺലൈൻ യൂസ് ചെയ്യാം, ഓഫ്ലൈൻ യൂസ് ചെയ്യാം, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ സങ്കേതങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പഴയ ട്രഡീഷണൽ മീഡിയാസ് യൂസ് ചെയ്യാം. അങ്ങനെ പലതരം A to Z 360 ലെവലിലുള്ള പ്രൊമോഷൻ മെത്തേഡ്സിലൂടെ നമ്മളുടെ ബ്രാൻഡിനെ കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്കിലേക്ക് എത്തിക്കാം. അല്ലെങ്കിൽ ആ പേര്, ബ്രാൻഡ് നെയിം ആൾക്കാരുടെ മനസ്സിലേക്ക്
രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള കാര്യമാണ് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള ഒരു അവസരവും ഒരു ബ്രാൻഡും വിട്ടുകളയരുത്. അവരുമായി സംസാരിക്കുക, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക, അവരുടെ മെസ്സേജുകൾക്ക് മറുപടി നൽകുക, അവരുടെ കമന്റുകൾക്ക് മറുപടി നൽകുക, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഇതെല്ലാം ഒരു ബ്രാൻഡിന് വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. അടുത്തതാണ് ഡെവലപ്പിംഗ് യുവർ സ്റ്റോറി എന്നുള്ളത്. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മളുടെ സ്റ്റോറി കസ്റ്റമേഴ്സിലേക്കും ഈ പറഞ്ഞ പബ്ലിക്കിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു ബ്രാൻഡിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എങ്ങനെ ഒരു ബ്രാൻഡായി, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു, നമ്മുടെ സ്ട്രഗിൾസ്, ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ അനുഭവിച്ച പെയിൻ, ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിനോടും പബ്ലിക്കിനോടും നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലുള്ള കൺസിസ്റ്റൻസി. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നിലവാരം ഒരു കാരണവശാലും തകരുകയില്ല എന്നൊരു വിശ്വാസം, ഒരു ട്രസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല നിലവാരമുള്ള പ്രൊഡക്റ്റും സർവീസും അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും ട്രസ്റ്റുമാണ് കസ്റ്റമറിനെ നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത്. അല്ലാതെ കേവലം ഒരു പേരല്ല. കസ്റ്റമേഴ്സ് ലോയലായി നിൽക്കണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ കണ്ട ക്വാളിറ്റി എന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും. അടുത്തത് റെഗുലർ റിവ്യൂ എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ ചലിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കസ്റ്റമറുടെ ഫീഡ്ബാക്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡ്രോബാക്സ് ആണ് നമ്മൾക്ക് വന്നതെന്നുള്ളത്, ഇതെല്ലാം കൃത്യമായി റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. വൺസ് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് മാർക്കറ്റിൽ തള്ളിയിട്ടോ അല്ലെങ്കിൽ സർവീസ് അവർക്ക് കൊടുത്തിട്ടോ അവിടെ മാറിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്രത്തോളം റിവ്യൂസ് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ തുടർച്ചയായി പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലെ യൂണിഫോമിറ്റി, ഓഡിയൻസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഏകതാ ഭാവം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഏകഭാവം ഉണ്ടാവണം. നമ്മളൊരു കൃത്യമായ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നു, അല്ലെങ്കിൽ പുതിയ സർവീസ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ലൈനിലേക്ക് വരുന്നു. അപ്പൊ കസ്റ്റമറിലേക്ക് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന സന്ദേശം എല്ലായിടത്തും ഒരു യൂണിഫോം പാറ്റേണിലാണ് നല്ലത്. അപ്പോൾ അവർക്ക് ഓഫ്ലൈനിൽ കണ്ടാലും ഓൺലൈനിൽ കണ്ടാലും മറ്റ് സങ്കേതങ്ങളിൽ കണ്ടാലും സ്ട്രൈക്ക് ചെയ്യും ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളത്. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, പേഷ്യൻസ്, ക്ഷമ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മനസ്സിലേക്ക്, കസ്റ്റമേഴ്സ് മനസ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ക്വാളിറ്റിയും അതിന്റെ ഗുഡ്വില്ലും രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ഒരു ടൈറ്റിൽ മോൾഡ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. വളരെ സ്ഥിരതയായി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിയുമ്പോൾ നിങ്ങളൊരു ബ്രാൻഡായി മാറും. നിങ്ങളുടെ സർവീസിനെ തിരഞ്ഞെത്തി തുടങ്ങുമ്പോഴാണ് നിങ്ങളൊരു ബ്രാൻഡായി മാറുന്നത്. അതിന് ക്ഷമ വളരെ അത്യാവശ്യമായ ഘടകമാണ്. നമ്മൾ ബ്രാൻഡായി കാണുന്ന ഓരോ പ്രൊഡക്റ്റും സർവീസും ഇത്രത്തോളം ഘട്ടങ്ങളിലൂടെ മോൾഡ് ചെയ്ത് മുന്നോട്ട് വന്നവയാണ്. അല്ലാതെ അതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല.